ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് നമ്മൾ ആരോഗ്യത്തോടെ ജീവിക്കേണ്ടത്? വെള്ളം കുടിച്ചാൽ ആരോഗ്യം ഉണ്ടാകുമോ? വെള്ളം കുടിക്കാതിരുന്നാൽ ആരോഗ്യത്തിന് ഹാനി പറ്റുമോ? മരുന്ന് എങ്ങനെ കഴിക്കണം? മരുന്ന് എന്തുമാത്രം കഴിക്കണം? എന്തിന് കഴിക്കണം? ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യം, ഒരു പനി വന്നാൽ 7 ദിവസം നമ്മൾ മരുന്നും കഴിച്ച് കിടക്കണമെന്നാണ്. ഇനി മരുന്ന് കഴിച്ചില്ലേലും 7 ദിവസം ഇതേപോലെ റെസ്റ്റ് എടുത്താൽ തീരുമെന്നും കേട്ടിട്ടുണ്ട്. നമ്മളൊരു കാലത്ത് കോവിഡിൻ്റെ ദുരന്തത്തിലൂടെ കടന്നുപോയ ആൾക്കാരല്ലേ. അപ്പോൾ നമുക്ക് ആരോഗ്യത്തിൻ്റെ വില കൂടുതലായിട്ടും മനസ്സിലായിട്ടുണ്ട്. ഏതായാലും ആരോഗ്യത്തോടെ ജീവിക്കേണ്ടത് വളരെ ആവശ്യമുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ആരോഗ്യത്തിൻ്റെ വിവിധ കാര്യങ്ങൾ, പ്രത്യേകിച്ചും എങ്ങനെയാണ് ഒരു ആശുപത്രിയിൽ പോകേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്, ആശുപത്രിയിൽ പോകേണ്ട സമയത്ത് ആശുപത്രിയിൽ പോകണമോ, എന്തെല്ലാം തരത്തിലുള്ള രോഗങ്ങളുണ്ട്, സാംക്രമിക രോഗങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, ആരോഗ്യത്തോടെയുള്ള ഭക്ഷണം എന്താണ്, ആരോഗ്യത്തോടെയുള്ള ജീവിതശൈലി എന്താണ്, എല്ലാം അറിഞ്ഞിരിക്കണം. വളരെ പ്രത്യേകിച്ച് നമ്മുടെ നാടെന്ന് പറയുന്നത് യോഗയുടെ ഒരു നാടാണ്. യോഗ ലോകത്തിന് പഠിപ്പിച്ചത് നമ്മുടെ നാടാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ നാട്ടിൽ ആരോഗ്യത്തോടെ ആയിരിക്കാൻ യോഗാ പരിശീലനം തന്നെ ഏറ്റവും മെച്ചപ്പെട്ട ഒരു കാര്യമല്ലേ. ഇവിടെ എന്തുമാത്രം നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് ആലപ്പുഴയിൽ കുളങ്ങളും പുഴകളും ഒക്കെ ഉള്ളപ്പോൾ നമുക്ക് നീന്തൽ വലിയ ഒരു ആരോഗ്യ സന്ദായകമായ ഒരു പരിശീലന പരിപാടിയാണ്. അപ്പം ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ഇത് പലതും നമുക്കറിയില്ല എന്നുള്ളതാണ് ഒരു കാര്യം. അതുകൊണ്ട് നമ്മളിവിടെ നിന്ന് ആരോഗ്യത്തെക്കുറിച്ച് വിവിധ തരത്തിലുള്ള തിരിച്ചറിവുകൾ ലഭിക്കാൻ പാകത്തിൽ പല എപ്പിസോഡുകളിലായിട്ട് ആരോഗ്യ സന്ദായകമായ ക്ലാസ്സുകൾ നൽകുകയാണ്. കണ്ടും കേട്ടും മനസ്സിലാക്കിയും ജീവിതം കുറേക്കൂടി ആനന്ദദായകമാക്കാൻ എല്ലാവരും പരിശ്രമിക്കുമല്ലോ.